നഗരത്തിലെ VIP-കൾ താമസിക്കുന്ന കോളനിയിൽ ഒരു ആഡംബര വീട് കേന്ദ്രമാക്കിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. പിടിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം തന്നെ നഗരത്തിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണെന്നുള്ളതാണ് പോലീസിന്റെ ആദ്യ നിഗമനം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ചേട്ടാ സ്റ്റേഷനിലേക്ക് വാ ചേട്ടാ. ബാബു സാറേ, സ്റ്റേഷനിലുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ടോ? സാർ അവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താണ് നിന്റെ പേര്? എന്താണ് നിന്റെ പേര്? എന്താ എന്തോന്ന് കോച്ചിങ് ക്ലാസ് ആയിട്ട് നിനക്ക്? അച്ഛനും അമ്മയെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനായിരിക്കും, എന്നിട്ട് വല്ലവന്റെയും കൂടെ അഴിഞ്ഞാട്ടിട്ട് നിന്റെ. ഓ അത് ശരി. അപ്പൊ ഇതും നിന്റെതാണോ? അവിടെ ബാഗ് ഇറങ്ങി പരിശോധിച്ചോളൂ. ഇട്ട് കളിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. പിടിച്ച് പുറത്താക്കണം ഇവരൊക്കെ. എന്താ സംഭവം? ഇമ്മോറൽ ട്രാഫിക് ആണ് സാർ. ഷാഡോ പോലീസ് കൺഫേം ചെയ്താ, അതിനുശേഷം അറസ്റ്റ് ചെയ്തു. ചെയ്തോ വന്ന് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്ക്. ആ ക്ലിനിക്കിന് ആരെയും വിളിച്ചത് കാണിക്കേ. പിന്നീട് പടിയാവുണ്ട. പെരുമ്പാവൂർ സ്വദേശി സജിമോൻ വാടകയ്ക്കെടുത്തിരുന്ന ആഡംബര വീടുകൾ കേന്ദ്രീകരിച്ച് ദീർഘനാളായി മയക്കുമരുന്ന് വ്യാപാരവും അനാഥായി പോലീസ് കണ്ടെത്തി. പത്രക്കാർ പിറകെ ക്യാമറ ആയിട്ട് വന്നില്ലെങ്കിൽ തനിക്കൊന്നും പണിയെടുക്കാൻ പറ്റില്ലേ? തനിക്ക് ആരാ ശമ്പളം തരുന്നത്? സർക്കാരോ ചാനലുകാരോ? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. എന്തൊരു ശുഷ്കാന്തി! സകല കാര്യങ്ങളും വിസ്തരിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ചാനൽ നോക്കിയിട്ട് FIR തയ്യാറാക്കാം. താനൊക്കെ എന്നാടോ നന്നാവുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പത്രക്കാരെയും TV-ക്കാരെയും കണ്ട് കവാത്ത് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ സ്റ്റേഷനിൽ നടക്കില്ല. സകല എണ്ണം പണി പഠിച്ചു കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ബോധം കെട്ട് വീണ പെൺകുട്ടി ആ ഗ്യാങ്ങിലുള്ളതല്ല. പിന്നെ അവർക്കാർക്കും ആ പെൺകുട്ടിയെ അറിയത്തില്ല. എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് ബസ് കാത്തുന്ന പെൺകുട്ടിയാണ്. നമ്മൾ അബദ്ധത്തില്. ആരാ ഇത്? ആരായി CPO? ഇതാരാന്ന്? CP സുമതി. വിളിക്കവരെ.